നമസ്കാരം. കേരളത്തിലെ യുവരാഷ്ട്രീയക്കാരിൽ ഏറ്റവും സത്യസന്ധനും ഏറ്റവും മിടുക്കനുമായ എന്നാൽ ഒരു അവസരവും കൃത്യമായി കിട്ടിയിട്ടില്ലാത്ത ഒരാളാണ് ആലപ്പുഴക്കാരൻ എം ലിജു. ആലപ്പുഴ DCC പ്രസിഡന്റ് സ്ഥാനവും KPCC ജനറൽ സെക്രട്ടറി ചുമതലയും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും നല്ല അവസരം ലിജുവിനെ തേടിയെത്തിയിട്ടില്ല. സത്യസന്ധമായ രാഷ്ട്രീയ ജീവിതം ലിജുവിൻ്റെ കൈമുതലാണെങ്കിലും ലിജുവിന് ഒരിക്കലും ഭാഗ്യമൊപ്പം ഉണ്ടായിരുന്നില്ല. 2016 കായംകുളത്ത് മത്സരിച്ച നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോറ്റ ലിജു തുടർന്ന് 5 വർഷം അവിടെ പ്രവർത്തിച്ച് 21 വിജയം പ്രതീക്ഷിച്ചെങ്കിലും കോൺഗ്രസ് പാർട്ടി ലിജുവിനെ അമ്പലപ്പുഴയിൽ നേരിടാൻ നീക്കി. എന്നിട്ടും ലിജു 11,000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് തോൽക്കുന്നത്. ലിജുവിന് പകരം കായംകുളത്ത് അരിതാ ബാബുവിനെ പരീക്ഷിച്ചെങ്കിലും വിജയിച്ചില്ല. വീണ്ടും ലിജു ഇക്കുറി കായംകുളത്ത് സ്ഥാനാർത്ഥിയാവുന്നു. ലിജുവിനുള്ള ജനപിന്തുണയും സുധാകരൻ ഫാക്ടറും ഒക്കെ ചേർന്ന് ഇക്കുറി ലിജു ജയിക്കുമെന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി തോൽക്കുന്നതിനെക്കുറിച്ച് ലിജുവിനെ ചിന്തിക്കുമ്പോഴേ സങ്കടം വരും. തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പിൽ തോറ്റ ലിജു 4ാമതൊന്നിൽ കൂടി തോറ്റാൽ ലിജുവിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകും. അതുകൊണ്ടാവാം സത്യസന്ധമായും സുതാര്യമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലിജു ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ വിങ്ങിപ്പോയത്. 4ാമത്തെ മത്സരം 3 തവണയും ഞാൻ പരാജയപ്പെട്ടു. ഒരിക്കൽ കൂടി ജനസമക്ഷം നിൽക്കുന്നു. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എനിക്കൊരവസരം നൽകണമെന്നാണ്. ഒരവസരം നൽകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഈ നാട്ടിലെ സേവിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടുതൽ കാര്യക്ഷമതയോ വികസന പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, ദുഃഖം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ തേടിയെത്തി അവരോടൊപ്പം നിന്ന് അവരുടെ കണ്ണീരൊപ്പുവാൻ, അതാണ് എം ലിജു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ എനിക്കൊരു അവസരം നൽകുക. കായംകുളത്തിന്റെ ജനതയോട്, കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്ത് അധികാരത്തിന്റെ ശീതള ഛായയോ അല്ലെങ്കിൽ ഗോപുര സിംഹാസനങ്ങളുടെ ആകർഷണീയതയോ അല്ല എന്നെ മുന്നോട്ട് നയിക്കുന്നത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിനീതനായി നിങ്ങളുടെ കരുണയ്ക്കായി അല്ലെങ്കിൽ നിങ്ങളുടെ അംഗീകാരത്തിനായി നിൽക്കുമെന്ന് മാത്രം പറയുന്നു. നിർത്തട്ടെ. ജയിക്കും. വാസ്തവത്തിൽ ഇത് ഒരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വിങ്ങലായിരുന്നു. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ വിങ്ങിയതല്ല. നേരെ മറിച്ച് 3 തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റതിൻ്റെ അപമാനവും താനത് അർഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ആത്മസംഘർഷമായി മാറിയപ്പോൾ പൊഴിഞ്ഞ കണ്ണീരായിരുന്നു. ഇത് ലിജുവിന് അനുകൂലമായ സഹതാപ തരംഗത്തിന് കാരണമാകുമോ എന്ന് CPIM ഭയന്നു. പ്രത്യേകിച്ച് സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു അനുരണനമുണ്ട്. അതിനൊപ്പം ലിജുവിൻ്റെ കണ്ണീർ കൂടി ഒരു സഹതാപ തരംഗമായി മാറിയാൽ ആലപ്പുഴ തന്നെ ചിലപ്പം ഒലിച്ചുപോയിന്ന് വരും. CPM അതിന് മറുപണിക്ക് അവസരം കാത്തിരുന്നപ്പോഴാണ് ഒരു പ്രാദേശിക ലീഗ് നേതാവ് കായംകുളത്തെ ലിജുവിൻ്റെ എതിരാളിയായ സിറ്റിംഗ് MLA പ്രതിഭയെ അപമാനിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയത്. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന അവസ്ഥയിലായി സഖാക്കൾ. അവർ അപ്പോൾ തന്നെ അത് ചാടിപ്പിടിച്ചു. സകല നേതാക്കളും ഇന്നേ വരെ കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സ്ത്രീവിരുദ്ധ നടപടിയായി വ്യാഖ്യാനിച്ചു. കഴിഞ്ഞ തവണ ഇതേ കായംകുളത്ത് അവിടെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി അരിതാ ബാബുവിനെ ഏതെല്ലാം തരത്തിൽ അപമാനിച്ചവരാണ് ഈ സഖാക്കൾ. അതൊക്കെ അവർ മറന്നുപോയി. എന്ന് മാത്രമല്ല, ഇപ്പോൾ കിടന്ന് മോങ്ങിയ ഈ പ്രതിഭ തന്നെ സകല വനിതാ മാധ്യമ പ്രവർത്തകരെയും അപമാനിച്ചതാണ് ഇതിനേക്കാൾ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച്. ഇതൊന്നും അവർക്ക് ബാധകമല്ല. അവർ ചാടിയിറങ്ങി മോങ്ങൽ തുടങ്ങി. ഈ CPM മോങ്ങലിൻ്റെ ഒരു മോഡൽ അറിയാൻ ഞാനൊരു പോസ്റ്റ് വായിപ്പിക്കാം. കണ്ണീരിങ്ങനെ ചാടി വരുന്ന പ്രതിഭയുടെ ഒരു മുഖം. ഇത് ഒറിജിനൽ കണ്ണീരാണോ അതോ AI കണ്ണീരാണോ എന്ന് വ്യക്തമല്ല. കാരണം ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിൽ ഇത്രയും കണ്ണീരുണ്ടായിരുന്നില്ല. ഷാനവാസ് പട്ടാപ്പള്ളി ഇങ്ങനെ എഴുതുന്നു: ഈ വിങ്ങുന്ന മുഖം ഞങ്ങളുടെ നോവാണ്. സഖാവേ, ഞങ്ങൾ കൂടെയുണ്ട്. കായംകുളത്തിന്റെ തെരുവോരങ്ങളിൽ വികസനത്തിന് വെളിച്ചമെത്തിച്ച സാധാരണക്കാരന്റെ സങ്കടങ്ങളിൽ ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പ്രതിഭയുടെ കണ്ണീർ ഇത് വെറുമൊരു തുള്ളി വെള്ളമല്ല, മറിച്ച് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയുടെ ഹൃദയം പൊട്ടിയൊഴുകുന്ന ചോരയാണ്. രാഷ്ട്രീയമായി നേരിടാൻ നട്ടലില്ലാത്തവർ ഒരു ജനപ്രതിനിധിയെ സ്ത്രീത്വത്തെ പോലും പരിഗണിക്കാതെ വ്യക്തിഗത ചെയ്യുമ്പോൾ ഉരുകുന്ന സഖാവിന്റെ മനസ്സ് മാത്രമല്ല, ഈ മണ്ണിലെ ഓരോ അമ്മയുടെയും പെങ്ങളുടെയും അഭിമാനമാണ്. UDF വേദിയിൽ സ്ത്രീയെ അങ്ങേയറ്റം മോശമായി അധിക്ഷേപിച്ചപ്പോൾ കൈയടിച്ചു ചിരിച്ച ആ സാംസ്കാരിക നായകൾ ഒന്നോർക്കുക. നിങ്ങൾ അപമാനിച്ചത് ഒരു MLA മാത്രമല്ല, നിങ്ങളെ പെറ്റുപോയ മാതൃത്വത്തെ കൂടിയാണ്. രാഷ്ട്രീയ വിയോജിപ്പുകളാവാം, പക്ഷേ
ഒരു പെണ്ണിന്റെ കണ്ണീരിൽ ആനന്ദം കണ്ടെത്തുന്ന ഈ തരം താഴ്ന്ന രാഷ്ട്രീയം കേരളം വെച്ചു പൊറുപ്പിക്കില്ല. കോൺഗ്രസേ, നിങ്ങളുടെ മൗനം സമ്മതമാണോ? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ സ്വന്തം അണികൾ സ്ത്രീത്വത്തെ തെരുവിൽ വലിച്ചൊഴിക്കുമ്പോൾ എവിടെയായിരുന്നു? ലീഗ് സ്ഥാനാർത്ഥിയോടെ അധിക്ഷേപങ്ങൾ കൊണ്ടൊരു ജനപ്രതിനിധിയെ തകർക്കാമെന്ന് കരുതണ്ട. ആ കണ്ണീരിന് കാലം വോട്ടിലൂടെ മറുപടി നൽകും. സഖാവേ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ സൈബർ ഇടങ്ങളിലും നാട്ടുവഴികളിലും അങ്ങയെ കാക്കാൻ ലക്ഷക്കണക്കിന് സഖാക്കൾ കാവലുണ്ട്. കായംകുളത്ത് ഓരോ വീട്ടിലെയും അമ്മമാർ സഖാവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിങ്ങൾ പണിത റോഡുകളും സ്കൂളുകളും ആശുപത്രികളും അങ്ങയുടെ കരുത്തിന് സാക്ഷിയാണ്. സഖാവിന്റെ കണ്ണുനീർ വീണ ഈ മണ്ണിൽ ഈ അധിക്ഷേപകർക്ക് മാപ്പില്ല. കരുത്തോടെ മുന്നോട്ട് പോകൂ സഖാവേ. ഈ പ്രസ്ഥാനവും ഈ നാടും അങ്ങേക്കൊപ്പമുണ്ട്. ഈ നോവ് ഞങ്ങൾ ഓരോരുത്തരുടേതുമാണ്. ലക്ഷക്കണക്കിന് സഖാക്കളുടെ കാവലിൽ സഖാവ് പ്രതിഭ സ്ത്രീകൾക്ക് നേരെയുള്ള ഏത് അക്രമത്തെയും തടയുക തന്നെ ചെയ്യും. ഇതിന് നമ്മൾ മറുപടി കൊടുത്തിരിക്കും. ഒരു രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ല. ഇത്തരത്തിൽ വിലാപകാവ്യങ്ങൾ രചിച്ച് അവർ അറമാദിക്കുകയാണ്. ഇവരൊക്കെയാണ് ഏറ്റവും മോശമായി സ്ത്രീകളോട് ഇതുവരെ പെരുമാറിയിരുന്നവർ എന്ന് മറന്നുപോകുന്നു. യഥാർത്ഥത്തിൽ ലിജു തൻ്റെ നിസ്സഹാവസ്ഥയിൽ കണ്ണുനീരണിഞ്ഞപ്പോൾ അതുണ്ടാക്കുന്ന സഹതാപ തരംഗത്തെ പേടിച്ച് കണ്ണുനീരിന് വേണ്ടി കാത്തിരുന്ന പ്രതിഭ പെട്ടെന്നങ്ങ് കരയുകയായിരുന്നു. ഇതിനേക്കാൾ വലിയ സംഘർഷങ്ങളിലൂടെ പോയപ്പോൾ കരയാത്ത ഭർത്താവിൻ്റെ ആത്മഹത്യയും ലഹരി കേസിലെ മകന്റെ അറസ്റ്റും അടക്കമുള്ള പ്രതിസന്ധികളോടെ പോയപ്പോൾ കരയാതിരുന്ന പ്രതിഭ പൊട്ടി കരയണമെങ്കിൽ ഇത് ലിജുവിൻ്റെ സഹതാപതരംഗം തുടച്ചു മാറ്റാനുള്ള ഒരു നമ്പറായിരുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. പക്ഷെ നമ്പർ ചീറ്റിപ്പോയി എന്ന് പറയുന്നതാവും ഉചിതം. ഇത് CPM അഭ്യാസമാണ്. ഏതോ ഒരു ഞരമ്പ് രോഗി പറഞ്ഞത് ഇത്രയേറെ വലിയ വിഷയമാക്കി മാറ്റുന്നത് പാവപ്പെട്ട സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ്. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ട് ഒരു മാപ്പ് പോലും പറയാത്ത വർഗമാണിവർ എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. കാരണം UDF ആ നേതാവിനെ പുറത്താക്കി. സ്ഥാനാർത്ഥിയായി ലിജു മാപ്പ് പറഞ്ഞു. എന്നാൽ സ്ത്രീകളെ അധിക്ഷേപിച്ച CPM നേതാക്കളെല്ലാം ഇപ്പോഴും നെഞ്ചു വിരിച്ച് വിഡ്ഢിച്ചിരി ചിരിച്ച് അശ്ലീല വാക്കുകൾ പറഞ്ഞ് നാട് ഭരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന അവസ്ഥയിലാണ് സഖാക്കൾ. നടൻ ജോയി മാത്യു ഇങ്ങനെ എഴുതി: ലീഗ് വീണ്ടും മാതൃകയാകുന്നു. കായംകുളത്തെ വനിതാ സ്ഥാനാർത്ഥിയെ വാക്കാൽ മുറിപ്പെടുത്തുന്ന പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ അയാൾ മാപ്പ് പറഞ്ഞു. എന്നാൽ അത് അവിടെ അവസാനിപ്പിക്കാതെ അയാളെ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കാണിച്ച ആ തീരുമാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ ധാർമ്മികത. ഈ കഥയിലെ സ്ത്രീ കഥാപാത്രം ഒരു വീഡിയോയിലൂടെ മാധ്യമപ്രവർത്തകരെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിച്ചതിന് ഇന്നുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നത് അവരുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ധാർമ്മികത. സൈബർ ഇടങ്ങളിൽ മാത്രമല്ല, കിട്ടുന്ന വേദികളിലെല്ലാം പരസ്യമായ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വളിച്ച ചിരിയുയർത്തുന്ന അശ്ലീലന്മാർ നേതാക്കളായിട്ടുള്ള ഒരു പാർട്ടിയുണ്ട് നമുക്ക്. എന്താണ് രാഷ്ട്രീയ ധാർമ്മികതയെന്ന് അവർ മുസ്ലിം ലീഗിനെ കണ്ട് പഠിക്കട്ടെ. ലിജുവിന്റെ കണ്ണുനീർ സഹതാപ തരംഗമാകുമോ എന്ന് ഭയന്ന് പകരം ബദൽ കള്ളക്കരച്ചിലുമായി എത്തിയ പ്രതിഭയ്ക്ക് വാസ്തവത്തിൽ ഈ വിവാദം തിരിച്ചടിയായി മാറി. സഖാക്കളുടെ കള്ളക്കണ്ണുനീർ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിന് അവസരോചിതമായി നേരിട്ട ലിജുവിന്റെ ഗ്രാഫ് ഉയർന്നു. ലിജുവിനെ കുറിച്ച് ബൈജു സ്വാമി എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ്. കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ഒരു വ്യക്തിയാണ് ലിജു. അദ്ദേഹത്തിന്റെ പ്രിന്റ്, വിഷ്വൽ, സൈബർ മീഡിയയിൽ അർഹിക്കുന്ന സ്പേസ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഡിജിറ്റൽ യുഗത്തിൽ സ്ക്രീൻ പ്രസൻസും മേച്ചോ വിർച്വൽ ഉണ്ടാക്കി റീലുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ രാഷ്ട്രീയമെന്ന മനുഷ്യനെ ഏറ്റവും അധികം ബാധിക്കുന്ന മേഖലയിൽ പോലും സാധാരണക്കാർ ശ്രദ്ധിക്കൂ. കൂടാതെ തലയിൽ കളിമണ്ണാണെങ്കിലും നല്ല ലുക്കും ചിരിയും വാചക കസർത്തും നടത്തിയാൽ ഇയാൾ സൂപ്പർ എന്ന് കരുതുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും ഇൻഫോംഡായ മല്ലു വോട്ടേഴ്സും എന്നത് ടിക്ടോക്കും യൂട്യൂബും റീലുകളും മനുഷ്യന്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ആധുനിക ലോകത്തെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ലിജുവിലേക്ക് വന്നാൽ അദ്ദേഹത്തെ പോലെ ജനാധിപത്യ ബോധവും അറിവും വായനയുമുള്ള യുവ നേതാക്കൾ കോൺഗ്രസിൽ അപൂർവമാണ്. രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ജയിലിലാക്കാനായി ED കൊണ്ടുവന്ന യങ് ഇന്ത്യ കേസിൽ മാരത്തോൺ ചോദ്യം ചെയ്യൽ സമയത്ത് അദ്ദേഹം ചാനൽ ചർച്ചകളിൽ എന്താണ് യഥാർത്ഥത്തിൽ യങ് ഇന്ത്യ കേസ് എന്ന് പറയുന്ന ചർച്ച ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മാനേജ്മെന്റ് എക്സ്പേർട്ടുകൾക്ക് പോലും അഡ്മിറേഷൻ തോന്നുന്ന ശാന്തതയോടെ പോയിന്റ് ബൈ പോയിന്റായി എങ്ങനെയാണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി വഴി യങ് ഇന്ത്യയുടെ കടബാധ്യത കോൺഗ്രസ് പാർട്ടി തീർത്തത് എന്ന് ഒരു IIM പ്രൊഫസറുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഫീലോടെ വ്യക്തമാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം വേറിട്ടൊരു രാഷ്ട്രീയ നേതാവ് തന്നെ. പിന്നീട് പുറക്കാട് മുതൽ തൃക്കുന്നപ്പുഴ വരെയുള്ള പ്രദേശത്ത് കടൽ കയറുന്നത് ചെറുക്കാൻ നട്ടുവളർത്തിയ മരങ്ങൾ മുഴുവൻ വെട്ടിനിരത്തി ബീച്ചിലെ കരിമണലെടുക്കുമ്പോൾ ലിജു പ്രദേശത്ത് താമസിക്കുന്ന പാവങ്ങളുമായി ചേർന്ന് ഒരു സമരം നടത്തി. അതിനെ പിണറായി പോലീസ് മൃഗീയമായി തല്ലിച്ചതച്ചു. ചാനലുകളിൽ വാർത്ത പോലും വന്നില്ല. കാരണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആലപ്പുഴ പോലെയുള്ള ഒരു പിന്നോക്ക ജില്ലയ്ക്ക് അനുയോജ്യമായ ശൈലിയുള്ള ഒരു യുവ നേതാവ് തന്നെ. ആലപ്പുഴ എന്നെടുത്ത് പറയാൻ കാര്യം
ആ ജില്ലയിലെ കടലോരങ്ങളിൽ വറുതിയാണ്. കരിമണൽ ഖനനം മൂലമുണ്ടാകുന്ന എക്കോളജിക്കൽ ഡാമേജ് അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. ഓരോ മൺസൂണിന് ശേഷവും കടൽ കയറി കിടപ്പാടം നഷ്ടമാകുന്ന അസംഘടിതരായ ജാതിയുടെയും മതത്തിനെയും മേലധ്യക്ഷന്മാർ ഗർജിക്കാനും വിലപേശാനും ഇല്ലാത്ത പാവങ്ങളുടെ പ്രശ്നങ്ങൾ ലിജുവിനെ പോലെ ഒരാളെങ്കിലും ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അയാൾ വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനാണ് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം പ്രസംഗത്തിനിടയിൽ സ്ഥിരമായി തോൽക്കുന്ന ഒരാൾ എന്ന ആക്ഷേപം സഹിക്കാനാവുന്നില്ല എന്ന് വികാരാധീനനായി പ്രസംഗിച്ചതിനെ ചിലർ ട്രോളുന്നത് കണ്ടു. ജയിക്കിനെ വെച്ച് താരതമ്യവും കണ്ടു. എന്തു പറയാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തേങ്ങയും അറിയില്ലെങ്കിലും ഡെയിലി ചാനലിൽ വന്നിരുന്ന് ക്യാപ്സ്യൂൾ ഇറക്കി തേഞ്ഞ് പരിഹാസ കഥാപാത്രമാകുന്ന ജയിക്ക് എവിടെ? സംസാരിക്കുന്ന വിഷയത്തിൽ അഗാധമായ അറിവോടെ സംസാരിക്കുന്ന ലിജു എവിടെ? ഇന്നലെ LDF സ്ഥാനാർത്ഥിയായ യു പ്രതിഭയ്ക്കെതിരെ ലീഗുകാരൻ നടത്തിയ അധിക്ഷേപ പരാമർശം ലിജു തള്ളിപ്പറഞ്ഞത് നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ലിജു ഖേദമല്ല പ്രകടിപ്പിച്ചത്, മാപ്പ് ചോദിക്കുകയാണ് ചെയ്തത്. ഖേദം പ്രകടിപ്പിക്കൽ എന്നത് മാപ്പ് ചോദിക്കലിന് തുല്യമല്ല എന്ന് നാം ആരും ചിന്തിക്കാറില്ല. ഖേദപ്രകടനം ഒരു തലയൂരൽ തന്ത്രമാണ്. പെമ്പിള ഒരുമയി സമരക്കാർക്കും ഏതോ സ്കൂളിലെ ടീച്ചർമാർക്കും മറ്റേ പണിയാണെന്നും മണിയാശാൻ പ്രസംഗിച്ചത് ലൈവായി കണ്ടവരാണ് നമ്മൾ. അതേപോലെ അപ്പനില്ലാത്ത നേരത്തുണ്ടായവൻ എന്ന് ചിന്താജറോം മുദ്രാവാക്യം വിളിക്കുന്നതും കേട്ടിരുന്നു. അതിൽ നിരപാധികം മാപ്പ് പോയിട്ട് ഖേദം പോലും ചിന്ത മുതൽ സുപ്രീം ലീഡർ പോലും പറഞ്ഞതായി കണ്ടിട്ടില്ല. ഇത് താരതമ്യം ചെയ്യാൻ പറയുന്നതല്ല. മറ്റൊരാൾ പറഞ്ഞ അധിക്ഷേപം പോലും മാപ്പിരക്കാൻ ലിജു എന്ന വ്യക്തിക്ക് സാധിക്കുന്നുവെന്നത് ആ വ്യക്തിയുടെ രാഷ്ട്രീയത്തിനതീതമായ ഉന്നത സാംസ്കാരിക നിലവാരവും സാമൂഹ്യ ബോധവും നമുക്ക് കാട്ടിത്തരുന്നു. കോൺഗ്രസ് നേതൃത്വത്തോടൊരു അപേക്ഷയുണ്ട്. ലിജുവിനെ പോലെയുള്ളവരെ എങ്ങനെയെങ്കിലും നിയമസഭയിലോ പാർലമെന്റിലോ എത്തിക്കണം. കാരണം അദ്ദേഹത്തെ പോലെ കുറച്ചു മനുഷ്യരിൽ പ്രതീക്ഷ അർപ്പിച്ച് മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാനാവൂ. വാസ്തവത്തിൽ അതിമനോഹരമായ കുറിപ്പാണ്. ഈ വികാരം ഞാനും എൻ്റേതുപോലെ പങ്കുവെക്കുന്നു. ഒരു കാര്യം തീർച്ചയാണ്, യു പ്രതിഭയെ രക്ഷിച്ചെടുക്കാൻ സഖാക്കൾ കാണിക്കുന്ന ഈ പെറാട്ട് നാടകം അത് ലിജുവിൻ്റെ വിജയത്തിന് കാരണമാകും.